ഫ്രണ്ട് ലൈൻ ട്രെഞ്ചുകളിലെത്തുന്നു. നോക്കുമ്പോൾ ജർമ്മൻ സൈന്യം അവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അവർ ജർമ്മൻകാരുടെ ഭൂഗർഭ ബങ്കറുകളിലേക്കിറങ്ങുന്നു. ബ്രിട്ടീഷ് ബങ്കറുകളേക്കാൾ എത്രയോ വലുതും സൗകര്യമുള്ളതുമാണ് ജർമ്മൻകാരുടേത്. പക്ഷേ ജർമ്മൻ സൈന്യം അവിടെ ഒരു കെണി ഒരുക്കിയിരുന്നു. ഒരു ട്രിപ്പ് വയർ കെണി. അവിടെയുണ്ടായിരുന്ന ഒരു എലി ആ വയറിൽ തട്ടുകയും വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ബ്ലാസ്റ്റിൽ ഷോഫീൽഡ് മൺകൂനകൾക്കിടയിൽ ജീവനോടെ കുടുങ്ങിപ്പോകുന്നു. അവന് ശ്വാസം മുട്ടുന്നു. കണ്ണ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ബ്ലെയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ കൈകൊണ്ട് മണ്ണുമാറ്റി ഷോഫീൽഡിനെ വലിച്ചു പുറത്തെടുക്കുന്നു. ബങ്കർ കംപ്ലീറ്റ് തകരാൻ പോകുന്ന സമയത്ത് ബ്ലെയ്ക്ക് ഷോഫീൽഡിനെയും താങ്ങിപ്പിടിച്ച് വെളിച്ചത്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. അവിടെ ഷോഫീൽഡ് മരണത്തിന്റെ വക്കിൽ നിന്നാണ് തിരിച്ചെത്തിയത്. അവിടെ നിന്നും അവർ മുന്നോട്ട് നടന്ന് ജർമ്മൻകാർ ഉപേക്ഷിച്ചുപോയ മനോഹരമായൊരു ഫാം ഹൗസിലെത്തുന്നു. അവിടെ സമാധാനപരമായ അന്തരീക്ഷമാണ്. ഒരു പശുവിനെ അവർ കാണുന്നു. അതിന്റെ അടുത്തുനിന്നും ഷോഫീൽഡ് ഒരു ബോട്ടിലിൽ കുറച്ച് പാലെടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആകാശത്തൊരു ഡോഗ് ഫൈറ്റ്, അതായത് യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടക്കുന്നതവർ കാണുന്നത്. 2 ബ്രിട്ടീഷ് വിമാനങ്ങൾ ചേർന്ന് ഒരു ജർമ്മൻ വിമാനത്തെ വെടിവെച്ചിടുന്നു. ആ ജർമ്മൻ വിമാനം നേരെ വന്നു വീഴുന്നത് ഇവർ നിൽക്കുന്ന ഈ ഫാം ഹൗസിന്റെ അടുത്തേക്കാണ്. വിമാനത്തിന് തീ പിടിക്കുന്നു. മനുഷ്യത്വത്തിന്റെ പേരിൽ ബ്ലെയ്ക്കും ഷോഫീൽഡും കൂടി ഓടിച്ചെന്ന് ആ ജർമ്മൻ പൈലറ്റിനെ തീയിൽ നിന്നും വലിച്ചു പുറത്തിറക്കുന്നു. പൈലറ്റിന് നല്ല പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ഷോഫീൽഡ് പൈലറ്റിന് കുടിക്കാൻ വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് ബ്ലെയ്ക്ക് പൈലറ്റിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പരിഭ്രാന്തനായ ആ ജർമ്മൻ പൈലറ്റ് നന്ദി കാണിക്കുന്നതിനു പകരം അവന്റെ അരയിലിരുന്ന കത്തിയെടുത്ത് ബ്ലെയ്ക്കിന്റെ വയറ്റിൽ കുത്തുന്നു. ഷോഫീൽഡ് ഓടി വന്ന് ആ പൈലറ്റിനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ബ്ലെയ്ക്കിന്റെ വയറ്റിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങുന്നു. അവൻ മരിക്കാൻ പോവുകയാണെന്ന് അവന് മനസ്സിലാകുന്നു. ബ്ലെയ്ക്ക് വളരെ ഇമോഷണലായി ഷോഫീൽഡിനോട് പറയുന്നു, "നീ എങ്ങനെയെങ്കിലും എന്റെ ജ്യേഷ്ഠന്റെ അടുത്തെത്തണം. ഈ മെസ്സേജ് കൊടുക്കണം. ഞാൻ ധീരനായിട്ടാണ് മരിച്ചത് എന്നെന്റെ അമ്മയോട് പറയണം." ഷോഫീൽഡിന്റെ മടിയിൽ കിടന്ന് ബ്ലെയ്ക്ക് കണ്ണടയ്ക്കുന്നു. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മരണം ഷോഫീൽഡിനെ മാനസികമായി തകർത്ത് കളയുന്നു. പക്ഷെ അവന് കരഞ്ഞു തീർക്കാൻ സമയമില്ലായിരുന്നു. അവൻ ബ്ലെയ്ക്കിന്റെ ഡോഗ് ടാഗുകളും അമ്മയ്ക്കുള്ള കത്തുമെടുത്ത് ആ മിഷൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ ഉറച്ചു മുന്നോട്ട് നീങ്ങുന്നു. വഴിയിൽ വെച്ച് ഷോഫീൽഡ് മറ്റൊരു ബ്രിട്ടീഷ് യൂണിറ്റിനെ കണ്ടുമുട്ടുന്നു. അവർ ട്രക്കുകളിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യൂണിറ്റിന്റെ ലീഡറായ ക്യാപ്റ്റൻ സ്മിത്ത് ഷോഫീൽഡിനെ അവരുടെ ട്രക്കിൽ കയറ്റുന്നു.